ചൂടാ. നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ചൂര മേടിച്ച്, അപ്പോൾ അതൊന്ന് മുളക് കറി വയ്ക്കാം. എന്താ മുളക് കറി വയ്ക്കാം. അത് എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടി ഞാൻ പുളി വെള്ളത്തിട്ടുണ്ട്. നല്ല പുളി ആയതുകൊണ്ട് കുറച്ച് മതി. ഇത് നമ്മൾ കഴുകി കീറി, ഈ പുളിയൊക്കെ ഉണ്ടല്ലോ അതേപടി അങ്ങ് എടുത്തിട്ടില്ല. നമ്മളെപ്പോഴും കീറിയൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ അതാണ് പുളി ഇറങ്ങുന്നതും നമുക്ക് പുളിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതല്ല നമ്മൾ വലിയ കഷ്ണത്തിൽ കിടക്കുന്ന പുളി അതേപടി ചുമ്മാ കഴുകി ഇട്ടാണ്ടല്ലോ നമുക്ക് നഷ്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുളിയൊക്കെ ഉള്ളത് രണ്ടായിട്ടൊക്കെ കീറി ഇടണേ. കീറി വെള്ളത്തിൽ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണേ. നമ്മളിങ്ങനെ മൊത്തത്തിലിട്ടല്ല കട്ട് ചെയ്യുന്നത്. നമ്മുടെ മീൻ വെട്ടുന്ന അതായത് ഇത് പൊളിച്ചെടുക്കുന്ന സൗകര്യത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനെ ഇങ്ങനെ അങ്ങ് കഷ്ണം ആക്കും. അല്ല പച്ച മീനാണ്. പച്ച മീനാണെന്ന് എങ്ങനെ അറിയാവുന്നല്ലേ, ഈ ചെകിളെ കണ്ട നല്ല കടും ചുമപ്പാണെങ്കിൽ പച്ച മീനാണ്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ലല്ലോ, അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മീനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ട മീനെല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതിൻ്റെ തൊലി ഇരിയാറുള്ളത്. അപ്പം നമുക്ക് എളുപ്പമുണ്ട് ജോലിയെ കണ്ട. അപ്പം ഇനി ഇത് നമുക്ക് പീസാക്കണം. നമുക്ക് എത്ര വലിപ്പത്തിൽ പീസ് വേണോ അതനുസരിച്ച് പീസാക്കും. നമ്മൾ മുള്ളു സെപ്പറേറ്റ് ആണ് ഇടുന്നത്. കണ്ടോ മുള്ളു സെപ്പറേറ്റ് വന്നത് അതേപോലെയാണ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. ഇതൊക്കെ നേരത്തെയൊക്കെ എൻ്റെ അമ്മയായിരുന്നു ഇതെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മയ്ക്ക് വയ്യാത്തതൊക്കെ കൊണ്ടേ ഇപ്പം ഞാൻ തന്നെയാണ്. കറിക്കുള്ള കഷ്ണമാണ് ഈ എടുക്കുന്നത്. മുള്ള കണ്ട. അപ്പം ഇങ്ങനെ എടുത്ത് ഞാനിപ്പം എല്ലാം വെട്ടി തേച്ച് കഴുകിയിട്ടുണ്ട്. ഞാൻ വെള്ളം ഊറി പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4-5 ചുമന്നുള്ളി, ഇച്ചിരി എന്താ പറയുന്നത്, 6-7 വെളുത്തുള്ളി, അത്രയും തന്നെ ഇഞ്ചി. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ. ഇത്രയും ഇതിങ്ങനെ വലിയ കഷ്ണമുള്ള മീൻ ഇച്ചിരി ഏറെ എടുക്കണേ. കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ കറിവേപ്പില ഒഴികെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ മിക്സിയിലിട്ടൊന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുണ്ടല്ലോ ഈ കഷ്ണമീനിനൊന്നും മല്ലിപ്പൊടി പൊതുവെ ചേർക്കാറില്ല. മീനിന് മല്ലിപ്പൊടി പൊതുവെ ചേർക്കുന്നതെന്ന് വെച്ചാൽ അന്നേരം കൂട്ടത്തക്ക രീതിയിലുള്ള ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഒരു ലേശം മല്ലിപ്പൊടി ചേർത്ത് നമ്മൾ കറി വയ്ക്കും. പിറ്റേന്ന് വെക്കാനായാലും നമുക്ക് 2 ദിവസം വെച്ചിരുന്ന് കറി കൂട്ടുന്നതിനൊന്നും ഇങ്ങനെ മല്ലിപ്പൊടി ഇട്ട് വെക്കാറില്ല. അതിന് വേറൊരു ടേസ്റ്റാണ്. നമുക്കറിയാമല്ലോ കല്യാണത്തിന് കൺവെൻഷന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പം നല്ല തുണ്ടമ്മീൻ കറി വെച്ച് നമ്മൾ കൂട്ടിയിട്ടില്ലേ, അതിൻ്റെ ചാറും ആ കഷ്ണവും മാത്രം ആ ചാറ് മാത്രം കൂട്ടിയാണല്ലോ മിക്കപ്പോഴും നമ്മൾ ചോറുണ്ണാറുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ പറയുന്നത്. ഇതിപ്പം നമുക്ക് ഒരാഴ്ച വരെയും ഈ മീൻകറി വെച്ചിരുന്ന് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മീൻകറിയാണ്. അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരാഴ്ച കറി കൂട്ടാമെന്ന് പറഞ്ഞാൽ ഇന്ന് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച വരെ ചൂടാക്കാതെ ഒന്നും ഇരിക്കുകയല്ല. എന്നും എടുത്തതിന് ശേഷം വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ചൂടാക്കി വെച്ചാൽ പിറ്റേന്നത്തേക്കിന് നല്ലതായിരിക്കും. എപ്പോഴും പിറ്റേന്ന് കൂട്ടുന്നതാണ് ഇങ്ങനെയുള്ള വലിയ മീനൊക്കെ കൂട്ടുന്നതായിരിക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതിന് വേണ്ടി ഞാൻ എടുത്ത പൊടിയാണ് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് സാദാ മുളക് പൊടി, അങ്ങനെ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെ ആകുമ്പോൾ അതിന് കൊഴുപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ, എരി കുറവായിരിക്കും. ഞാനിവിടെ മീനിന് പച്ചമുളകൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിന് ഈ മുളക് പൊടിയൂടെ ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു പൊടിക്ക് ഈ കുരുമുളകിൻ്റെ വലിപ്പത്തിലുള്ള ഉലുവാപ്പൊടിയാണ് വേണ്ടത്. ഉലുവാപ്പൊടി തീർന്നു പോയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചാണ് കറി വെക്കുന്നത്. അപ്പം നിങ്ങളങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത്
ഉലുവാപ്പൊടി തന്നെ ഇട്ട് കറി വെക്കാൻ നോക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ പുളി വെള്ളത്തിലിട്ടിരുന്നെന്ന് പറഞ്ഞല്ലോ, അതും ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പേ വെക്കാൻ നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാകട്ടെ. അപ്പോഴൊക്കെ ഈ മിക്സിയിലിട്ട് വെച്ചേക്കുന്നത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. കണ്ടോ എണ്ണ നമ്മുടെ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലവണ്ണം ഒന്ന് ചുമക്കണം കേട്ടോ. ഞാൻ പൊതുവേ കണ്ടോ ഒന്ന് ചുമക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ. എനിക്കറിയാം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ടാണല്ലോ ഒരു ദിവസം പോലും എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം എൻ്റെ പ്രേക്ഷകർ ഇന്ന് എൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് അന്വേഷിക്കുമല്ലോ. അതെനിക്കറിയാം, ഉറപ്പായിട്ട് പറയും. കണ്ടോ ഇതിവിടെ നല്ലവണ്ണം ചുമന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും സാധനങ്ങളാണ്. കരിഞ്ഞു പോകരുത് കേട്ടോ. പൊടികൾ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടിക്ക് പൊതുവെ ചൂടുണ്ട്. അപ്പോൾ പൊടികൾ ഇടുമ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. കഴിവതും ചട്ടി താത്ത് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനിതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതെല്ലാം നിത്യ ജോലികളല്ലേ. അപ്പോൾ നമുക്കതിനൊരു പ്രാക്ടീസ് ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. കണ്ടോ നല്ലതുപോലെ ചുമന്ന് വേണ്ട എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇത് മൂത്ത് എന്ന് അറിയുന്നത്. കണ്ടോ എണ്ണ തെളിഞ്ഞ് വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് വെള്ളം പെയ്യെ ഒഴിച്ചു കൊടുക്കുക. പൊട്ടക്കോന്നും പറഞ്ഞാൽ ഒഴിക്കരുത്. കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഈ പുളിക്ക് നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞാൽ അതിനടിയിലൊക്കെ ചിലപ്പം ഒരു മണ്ണൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടരുത്. നമ്മൾ പെയ്യെ ഒഴിച്ചു കൊടുക്കുക പുളി. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി വെള്ളം കൂടെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെയ്യെ ചരിച്ച് ഒഴിക്കാവും. ഇങ്ങനെ ഒഴിക്കുക. ബാക്കി ഇതുണ്ട് അടി കിടക്കുന്നത് കണ്ടോ, അത് നമ്മളങ്ങ് കളയണം. അതേപടി എടുത്ത് ഒഴിക്കരുത്. ഇനി നമുക്കിതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത്തിരി വെള്ളമൊന്നും കോരി ഒഴിക്കരുത് കേട്ടോ. ഇത്തിരി വെള്ളം, അതായത് ഈ ഓൾറെഡി നമ്മൾ അടുപ്പത്ത് വെച്ച് മീനൊക്കെ ഇട്ട് കഴിയുമ്പം പൊതുവേ ഇച്ചിരി വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങും. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ മീനിൻ്റെ ഇതുണ്ടല്ലോ, നമ്മൾ ഒത്തിരി തീ ഇട്ട് വേവിച്ച് ആളാങ്കൂളം ഇട്ട് വേവിച്ച് തിളപ്പിച്ചൊന്നും അല്ല കറി വെക്കുന്നത്. അതിനൊരു രീതിയുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് പിന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടോ ഈ പരുവത്തിൽ കണ്ടോ. ഇച്ചിരിയുടെ വെള്ളം വേണം ചേർക്കാം. എന്ന് പറഞ്ഞ് മീനൊന്നും വേവാതിരിക്കാനല്ല, മീനൊക്കെ നല്ലതുപോലെ വേണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നേ. ഇനി നല്ലവണ്ണം ഈ അരപ്പൊന്ന് തിളക്കട്ടെ. കണ്ടോ വെള്ളം കണ്ടല്ലോ. ഈ നീണ്ട പരുവത്തിൽ ഒന്നും പറഞ്ഞ് വഴിവെള്ളം പോലെ ആവരുത് കേട്ടോ. നമ്മൾ എപ്പോഴും അടുപ്പത്ത് സാധനങ്ങൾ വെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ മീൻ പെറുക്കിയിടാവൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പും പുളിയും എല്ലാം കൂടെ ഈ ചാറിനകത്ത് പിടിക്കണം. അതായത് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് മീനും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പുളിയൊക്കെ ഉണ്ടല്ലോ നേരെ മീനേലങ്ങ് പിടിക്കും. അതല്ല, നമ്മുടെ ഈ ചാറിനകത്ത് വേണം നല്ലവണ്ണം ഉപ്പും പുളിയും പിടിക്കാൻ. അത് പിടിച്ചതിന് ശേഷം വേണം നമ്മുടെ കഷ്ണത്തെ പിടിക്കാൻ. അതിനു വേണ്ടിയാണ് നമ്മളിത് ആദ്യം തന്നെ മീനിടാതെ വെട്ടിത്തിളപ്പിക്കുന്നത്. വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവൂ. കണ്ടോ നമ്മുടെ ചാറ് ഇവിടെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ വെട്ടിത്തിളയ്ക്കണം കേട്ടോ. ഇതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ വാരി ഇട്ട് കൊടുക്കാവൂ. ഇനി ഞാനിതിലേക്ക് മീൻ ഓരോന്നോരോന്നായി പെറുക്കിയിട്ട് കൊടുക്കുക.
നമ്മൾ ഈ ചൂരമീനൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ചാറിനകത്ത് വീണ് കഴിയുമ്പോഴത്തേക്കിന് നല്ലവണ്ണം അങ്ങ് ഉറയ്ക്കും കേട്ടോ. വേണം മുള്ളൊക്കെ ഉണ്ട്. ഇത് ഒരാഴ്ച വരെ വെച്ചിരുന്ന് കൂട്ടാം, ഒരു കുഴപ്പവും ഇല്ലാത്തതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ഒരാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ചൂടാക്കി വെച്ച് കൂട്ടണം കേട്ടോ. നല്ല ടേസ്റ്റ്. ഓരോ ദിവസവും മീനൊക്കെ നമ്മൾ പറയത്തില്ലേ വെച്ചിരുന്ന് കൂട്ടണം, അതാണിത്. വെച്ചിരുന്ന് കൂട്ടുന്നതാണ് മീൻ. കണ്ടോ ചാറ് കണ്ടോ വെള്ളം പോലെ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ചാറൊക്കെ ഏറെ വേണ്ടവർ അതനുസരിച്ച് ക്രമീകരിച്ചുകൊള്ളുക. ഞങ്ങളുടെ വീട്ടിലെ രീതി വെച്ചും ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെ വെച്ചുമാണ് ഞാനിത് ചെയ്യുന്നത്. ചിലരുടെ വീട്ടിലുണ്ടല്ലോ വെള്ളം പോലെ ചാറ് വേണമെന്ന് പറയുന്ന കേൾക്കാം. ചിലർക്ക് അതായത് അരപ്പും മീനും ഒരുപോലെ ഇരിക്കണം, അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു രീതി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ തിളയ്ക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് വേവണം. അതായത് മീൻ നല്ലതുപോലെ വെന്തതിന് ശേഷമേ നമുക്ക് വാങ്ങാവൂ എന്നും പറഞ്ഞ് തീ കൂട്ടിയിട്ടല്ല വേവിക്കുന്നത്. തീ എപ്പോഴും കുറച്ചിട്ട് തന്നെ വേണം എന്ത് സാധനവും വേവിക്കാൻ. അല്ലാതെ നമ്മൾ തീ കൂട്ടിയിട്ട് വെച്ച വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ വെന്തെന്നാണ് ധാരണ. പക്ഷെ അങ്ങനെ വേവുമല്ല, അതിനൊരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഇങ്ങനെ മാത്രം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ ചാറൊക്കെ കണ്ടോ, നല്ല കുറുകിയ ചാറല്ലേ. കണ്ടോ ഇതാണ് പരുവ്. ഇത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ പരുവാണ് ഞാൻ പറഞ്ഞത്. നല്ല ഉപ്പും പുളി എരിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്താ അങ്ങനെ ഇത് വെച്ചിട്ട് തുണിയൊക്കെ കഴുകാൻ പോയേക്കുമായിരുന്നു. എല്ലാം കഴുകി വിരിച്ചു. ചൂടാ നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും വേണ്ട, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് അങ്ങ് ഓഫാക്കാൻ പോവാണേ. എരിയെല്ലാം ഉണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലെത്തുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.